വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതേ നമ്മളൊന്ന് നടക്കാനിറങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് പെട്ടെന്നൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? ഒരു കപ്പ ബിരിയാണി കഴിക്കാൻ. അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ ഏഷ്യൻ മാർക്കറ്റിലേക്ക്. ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ സകല സാധനങ്ങളും കിട്ടും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ. അങ്ങനെ കണ്ടില്ലേ, എല്ലാം ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആവശ്യം കറിവേപ്പിലായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഇനി നമുക്ക് കപ്പ വേണം, ബീഫ് മേടിക്കണം, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ. അങ്ങനെതാ നേരെ ഞാൻ എടുക്കുന്നത് ഫ്രോസൺ കപ്പയാണ്. മറ്റേ കപ്പയാണ് നമുക്ക് മെനക്കേടാ, പണി കൂടുതലാണ്. ഇതാകുമ്പോൾ എളുപ്പമാണ്. അങ്ങനെതാ ഇനി അവിടെ പോയി നമ്മൾ ബീഫ് മേടിച്ച്, അത് കൂടാതെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ആവശ്യത്തിന് എടുത്ത് വേണ്ടേ. ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. ഇനിയാണ് നമ്മുടെ അംഗം തുടങ്ങുന്നത്. നമ്മളിനി ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ, സാധനം മേടിച്ചാൽ മാത്രം പോരാ. അങ്ങനെ ഇനി ബീഫ് എടുത്ത് അതിനി ചെറിയ കഷ്ണങ്ങളാക്കണം. കാരണം അത് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് അവിടെ നിന്ന് അവർ തന്നത്. അതും മുറിച്ച് അപ്പോഴാണ് കപ്പയുടെ കാര്യം ഓർത്തത്. ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ തണുത്തിരിക്കുമായിരിക്കും, കുറച്ച് നേരം വെള്ളത്തിലിടണം. അതും അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട ശേഷം നമ്മളങ്ങ് കട്ട് ചെയ്ത് ഇനി അത് അടുപ്പിൽ വെച്ച് അങ്ങ് വേകാൻ വെക്കണം. കപ്പ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് അടുത്ത കലാപരിപാടി, ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള കുക്കറിലാണ്. അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊന്നുമില്ല, അതാണ്. അങ്ങനെ നമ്മുടെ സബോള കുക്കറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സബോള, ചെറിയ ഉള്ളി സ്വാഭാവികം, പിന്നെന്താ ഇഞ്ചി. ഇനിയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ റെഡി ഇട്ടപ്പോഴത്തേനും നമ്മുടെ കപ്പ അങ്ങനെ സെറ്റ് ആയി. അതും എടുത്ത് സൈഡിലേക്ക് വെച്ച് അങ്ങനെ സബോള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും ഇനി നമുക്ക് ആവശ്യത്തിന് മസാല, നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം ഇടാം. അങ്ങനെ അതും ഇട്ട് അതവിടെ ഒന്ന് സെറ്റായി വന്നപ്പം നമ്മുടെ ബീഫ് അങ്ങനെ പാത്രത്തിലേക്ക് തട്ടി. ഇനി അതവിടെ ഇരുന്ന് വേകുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ? നമ്മളിനി കുറച്ച് നമ്മുടെ തേങ്ങ വറക്കണം. തേങ്ങയും കറിവേപ്പിലും കൂടെ വറുത്ത് ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അങ്ങനെ അതവിടെ സെറ്റാക്കാൻ വെച്ചപ്പോഴത്തേനും നമ്മുടെ ബീഫ് അവിടെ വിസിലടിച്ചു. എന്നെ വന്ന് തുറക്കു ചേട്ടാന്നും പറഞ്ഞു. അങ്ങനെ കണ്ടില്ലേ വെട്ടി തിളയ്ക്കുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ കുരുമുളക് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ആഡ് ചെയ്തു. അങ്ങനെ വേറെ എന്തോ ഒരു ആഡ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പിന്നെ അങ്ങ് കപ്പ അങ്ങ് ഇട്ടു. അങ്ങനെ ഇനി നമ്മൾ കുഴച്ച് മറിച്ച് സെറ്റ്. ഇത് എൻ്റെ രീതിയിലുള്ളൊരു കപ്പ ബിരിയാണി ഗൈസ്. കണ്ടില്ലേ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഒറ്റയ്ക്ക് ഞാൻ കഴിച്ചു തീർത്തില്ല, ഞാൻ എൻ്റെ കസിൻസിനും കൊടുത്തു, അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. സോ ഞാൻ വിചാരിച്ച തന്നെ സക്സസ്ഫുള്ളായി ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു